കേക്ക് കട്ട് ചെയ്താലോ? വാ. ഇത് ഞങ്ങളുടെ ക്യാപിറ്റൽ ഹോസ്പിറ്റലാണ്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോഴാണ്. ഹലോ ഗായ്സ്, ബിന്ദാസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഇനാഗ്രേഷന് വേണ്ടി പോകുമ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബിസിയാണ് ഭയങ്കര. പക്ഷേ എനിക്ക് എൻ്റെ വ്ളോഗ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം ഈ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷമൊക്കെ പിന്നെ കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വ്ളോഗ് ചെയ്തു. ഇത് 12 നിലയുള്ളൊരു ബിൽഡിങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 5 വർഷമാകുന്നു. ഞങ്ങൾ വന്ന ടൈമിൽ ഇതിൻ്റെ പണിയെല്ലാം തീർന്നിരുന്നു, പക്ഷേ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയാണ് കേട്ടോ. റിയലി ഇത് ഭയങ്കര അമേസിങ് ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ ഞങ്ങളുടെ ഇവിടുത്തെ ഇത് കുവൈറ്റിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹോസ്പിറ്റൽസാണ്. നമ്മുടെ കേക്ക് നോക്കിയേ, കേക്ക് കട്ടിങ്ങിന് വേണ്ടി പോവാണ്. അപ്പോൾ അതിന് ഫോട്ടോ സൂം ചെയ്തെടുത്താണ്. പിന്നെ എല്ലാ ഡോക്ടേഴ്സ്, റിസപ്ഷനിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഇനാഗ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ അതേ പിക്ചറാണ്. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള സ്വീറ്റ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. കാരണം ഇത് നമ്മുടെ ഒരു വീട് പോലെ തന്നെയല്ലേ. ശരിക്കും നോക്കിയാൽ എന്ത് നല്ല വ്യൂ ആണെന്നൊരു. ഇത് കയറി വരുന്ന എൻട്രൻസിൻ്റെ ഭാഗം മാത്രമാണ്. പിന്നെ ഇതുപോലെ തന്നെ 2 സൈഡിലേക്കും കുറേ പോർഷൻസ് ഉണ്ട്. ഈ 12 നിലകളും ഒരേപോലെയാണ് ഇൻറ്റീരിയർ. നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പോൾ ഇരിക്കുന്നവരെല്ലാം ഇവിടുത്തെ പ്രൊഫഷണൽസാണ്. ഇനി നമുക്ക് 12ാം നില വരെ ഒന്ന് പോയാലോ? കാരണം അവിടുത്തെ വർക്കൊക്കെ തീർന്നിട്ടേ ഉള്ളൂ. ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ കിടക്കുവാണ്. അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണെന്ന്, നമുക്ക് കാണാം. 12ാമത്തെ നില എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കുവൈറ്റിൻ്റെ മജോറിറ്റി ഓഫ് പ്ലേസസ് കാണാൻ പറ്റും. കാരണം അത്രയും ഹൈറ്റിലല്ലേ ഇതിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ്. നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റും. ചെറിയ ചെറിയ കുഞ്ഞ് പെട്ടി പോലെ ആ സ്ഥലങ്ങളൊക്കെ ഇരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, വർക്ക് ഇതുവരെ തീർന്നിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കും ഇത് എന്നാ തീരുന്നത്, ഇതൊന്ന് കാണാൻ പറ്റുന്നതെന്ന്. കാരണം അത്രയ്ക്കും വലിയ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ അവിടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, നമുക്കറിയത്തില്ല. ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ അവർ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നു. എല്ലാവരും നല്ല ബിസി ആയിട്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഫാമിലി പോലത്തെ ഫീലിങ്സാണ് നമുക്കുള്ളത്. എല്ലാ നാഷണാലിറ്റീസും ഉണ്ട്. പിന്നെ എല്ലാ ഡോക്ടേഴ്സ്, നഴ്സസ് എല്ലാവരും ഉണ്ട്. ഇപ്പോൾ എനിക്ക് എന്നെ കാണാൻ വേണ്ടി ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എന്തോ കോമാളിത്തരമൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഇനി കുറച്ച് ഫോട്ടോ സെക്ഷൻ ആയാലോ? ഇതാണ് ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ മൻസൂർ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ എല്ലാം ഓണർ. ശരിക്കും ഒരു ജാടയില്ല, നമ്മളെപ്പോൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലും അദ്ദേഹം വരും. ഓരോ വ്യൂവിൽ നിന്ന് നോക്കിയാൽ ശരിക്കും ഒരു ഫാമിലിയുടെ ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ആർക്കും ഒരു ജാടയില്ല. നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടും. നമ്മുടെ കൂടെ കളിയും ചിരി എല്ലാ കാര്യത്തിനും ഇവരെല്ലാവരും ഒപ്പമുണ്ട്. നമ്മുടെ ഏത് ആവശ്യങ്ങൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട യാതൊരു ഫോർമാലിറ്റീസും ഇല്ലാതെ ഇവരെല്ലാവരും വരും. അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സും. ശരിക്കും ഐ എം ലക്കി ടു ഹാവ് എ പാർട്ട് ഓഫ് ദിസ് ഹോസ്പിറ്റൽ. താങ്ക് ഗോഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് പ്ലീസ്.